വരെ നമുക്ക് എങ്ങനെ ഒരു ഈസി ആൻഡ് ടേസ്റ്റിയായ റാഗി ദോശ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നത് ഒരു റാഗി ദോശയാണ്. ഞാൻ ഈ റാഗിയുടെ ഒരു പുട്ടിട്ടപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചത്, ഇതെൻ്റെ അമ്മച്ചിയുടെ കാലത്തുണ്ടാക്കുന്ന ഓരോ ഫുഡാണ്, ഇതിപ്പോൾ എന്തിനാണ് നീ പൊക്കി എടുത്തിട്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ? പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത വേറെ ഒന്നുണ്ട്. ഞാൻ ഈ റാഗിയുടെ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം, ഈ റാഗിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള കാര്യമാണ്. അതായത് കാൽസ്യമുണ്ട്, അയൺ കണ്ടൻ്റാണ്, ബോണിൻ്റെ ഹെൽത്തിനെ സഹായിക്കുന്നു, നമ്മുടെ അനീമിയ പ്രിവെൻറ്റ് ഓസ്റ്റിയോപോറോസിസ്, ഡൈജസ്റ്റീവാണ്, ഹെൽത്തി ആൻഡ് വെയ്റ്റ് മാനേജ്മെൻറ്റ് നല്ലതാണ്. ഇതിനകത്ത് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ലോ ഗ്ലൂട്ടതൈമിൻ ആയതുകൊണ്ട് ഇൻഡെക്സ് ഉള്ളത് കൊണ്ട് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ PCOD ഉള്ള വുമൺസിന് ഇത് നല്ലതാണ്. അതുപോലെ ഇതിനകത്ത് ഇത് പ്രൊവൈഡ് അമിനോ ആസിഡാണ്, വൈറ്റമിൻസ് ഉണ്ട്, അതായത് വൈറ്റമിൻ C, E ഉണ്ട്, പിന്നെ ഹെൽത്തി ഫാറ്റ് നൽകും. പിന്നെ നമ്മൾ ചെറിയ കുട്ടികളിലെ, അതായത് 12 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾ അങ്ങോട്ട് മെൻസസ് ആയ കുട്ടികൾക്കൊക്കെ അയണിൻ്റെ ഡെഫിഷ്യൻസിക്ക് ഏറ്റവും നല്ലതാണ് ഇത്. അതുപോലെ തന്നെ ഒരു 40 കഴിഞ്ഞ സ്ത്രീകൾ, അവർ ഈ റാഗിയുടെ റാഗി കൊണ്ട് എന്ത് ഉണ്ടാക്കി കഴിച്ചാലും ഏറ്റവും നല്ലതാണ്. കാരണം ഈ പോസ്റ്റ് മെനോപോസ് മുമ്പായിട്ട് കൈകാലുകളെല്ലാം കടക്കി വേദനയ്ക്കും ഒക്കെ ഏറ്റവും നല്ലൊരു ഫുഡാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കൂടുതലായിട്ടും ഇതിൻ്റെ വീഡിയോസ് ഇടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എന്നോടൊപ്പം സഹകരിച്ച് ഞാൻ കാണിക്കുന്ന വീഡിയോസ് എല്ലാം ട്രൈ ചെയ്ത് നിങ്ങളും ഹെൽത്തി ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുക്കുന്നത്. 1 കപ്പ് റാഗിപ്പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് റാഗിക്ക് 1 കപ്പ് തന്നെ റവപ്പൊടി. നമ്മൾ ആ എടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് തൈര് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ദോശയുടെ ബാറ്ററിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കും ഒരു 20 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയത്ത് വീണ്ടും ഇതൊന്ന് കുറുകും, കാരണം നമ്മൾ റവ ചേർത്തേക്കുന്നുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. ആക്ച്വലി നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചിരുന്നതുകൊണ്ട് അവർക്കൊന്നും ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു, മനസ്സിലായി. ഇപ്പം നമ്മുടെ ആൾക്കാരല്ലേ ഈ ബർഗറും സാൻഡ്വിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾ അതേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ടാക്കും, പക്ഷേ അവരിതിൻ്റെ രുചി അറിയാത്തതുകൊണ്ടാണ് ഇത് കഴിക്കാത്തത്. നമ്മൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പറയുക, ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കഴിച്ച് നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുങ്ങളത് കഴിച്ച് 2-3 ദിവസം കഴിച്ച് കഴിയുമ്പോൾ അവർക്കത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. നമ്മൾ ഒരിക്കലും ഇപ്പോൾ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി ബ്രെഡും സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറാണ് നമ്മൾ നശിക്കും. ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഫാസ്റ്റ് ഫുഡെല്ലാം കൂടെ കഴിച്ച് നിങ്ങൾക്ക് ഓരോരോ അസുഖങ്ങൾ വരും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. പരുവായിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ നല്ലതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിൽ അതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആ ദോശയുടെ മാവിൻ്റെ ലെവലിൽ നമ്മളത് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് സോഡാപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ സോഡാപ്പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ അത് വേണമെങ്കിൽ ചൂടാൻ നേരത്ത് മാത്രമേ ഇടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനിയും ചുട്ട് തുടങ്ങാം. നമുക്ക് ഒരു തവി മാവ് നമ്മൾ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒന്ന് ഇനി വന്നിട്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും അല്ലെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. ഇപ്പം ഞാൻ നെയ്യാണ് ഒഴിച്ചത്. അപ്പം നമുക്ക് ആ ദോശ തിരിച്ചിടാം. നല്ല
ക്രിസ്പിയായ ദോശയാണ്. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ടേസ്റ്റിയായ റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും അറിയിക്കണം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.